പൊലിക 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 പൊലിക. മ്യൂസിക് എപ്പോഴും ഉണ്ട് പാരലലി, പക്ഷെ ഇത് നമ്മളൊരു പ്രൊഫഷൻ ആക്കാന്ന് അപ്പോഴും ഒരു ഐഡിയ ഒന്നുമില്ല. നിങ്ങളൊരു സ്ഥലത്ത് ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ഭയങ്കര സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ സന്തോഷിച്ചാൽ മാത്രമാണ് എനിക്കും ആ റിഫ്ലക്ഷൻ കിട്ടും. ചിറകില്ലാതുയരത്തിൽ പാറാം, കനമില്ലാതാടാം, തുടിതാളം കൊട്ടാം, വെളിവില്ല കളിയെല്ലാം തീരും, കളമെല്ലാം മായും, മിഴിനീരും മായും. മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനും ദേശത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ യുണൈറ്റഡ് ആവുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനെ ഒരു പർട്ടിക്കുലർ ജോണറിൽ ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല, എന്തോ നമുക്ക് കൂടുതലായിട്ട് കൈകടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന, ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമായിട്ടൊക്കെ തോന്നിയത് സംഗീതത്തിന്. ഓ ഏ ചക്ക 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 ചക്കര ചക്ക ചക്കര വരട്ടി. നമ്മൾ ചൂസ് ചെയ്യുന്ന ചിലപ്പോൾ എങ്ങനെയോ നമ്മുടെ ഉള്ളിൽ ആ സാധനം ഉണ്ടല്ലോ. ചെറുപ്പം മുതൽ സംഗീതമുണ്ട്, അത് പല രൂപത്തിലായിരിക്കും. ചിലപ്പോൾ നമ്മൾ ഒരു സ്കൂളിൽ ഒരു പാട്ട് പഠിപ്പിച്ചിട്ട് അത് പാടുന്ന രീതി കേൾക്കുമ്പോഴായിരിക്കും നമ്മൾ സംഗീതം ഉണ്ടെന്നറിയുന്നത്, അല്ലെങ്കിൽ നമ്മളൊരു പാട്ട് ആസ്വദിക്കുന്ന കാണുമ്പോഴായിരിക്കാം, അല്ലെങ്കിൽ ആ പാട്ട് റെപ്ലിക്കേറ്റ് ചെയ്യുന്ന കാണുമ്പോഴായിരിക്കാം ചിലപ്പോൾ ഒരു ആഗ്രഹം ഉണ്ടല്ലോ, ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ എന്ന് പറഞ്ഞു. അപ്പോൾ അവിടെ നിന്ന് പഠിക്കാൻ തുടങ്ങുക. ഒരു ശരിക്കും ചെറുതിലെ ഒരു 4-5 വയസ്സ് മുതൽ ഇത് കർണാട്ടിക് പഠിക്കുന്നുണ്ട്. പക്ഷേ ഇത് പഠിക്കുകയും പാരലലി നമ്മുടെ നോർമൽ എഡ്യൂക്കേഷണൽ പെഡഗോഗി പ്രകാരമുള്ള സ്കൂളും സാധനമൊക്കെ പോകുന്നുണ്ട്. അപ്പോൾ നമ്മുടെ പ്രായം അതാണെന്നിരിക്കെ തന്നെ നമ്മളിങ്ങനെ പഠിപ്പിക്കുന്ന കാര്യങ്ങൾ പഠിക്കുന്നു, പ്രാക്ടീസ് ചെയ്യുന്നു, വേറെ തരത്തിൽ കച്ചേരികൾ ചെയ്യുന്നു, അങ്ങനത്തെ ഒരു സാധനം ആയിട്ട് മാത്രമാണല്ലോ ഒന്നുമില്ല. അല്ലെങ്കിൽ സ്കൂളിൽ പാടുന്നു, അങ്ങനത്തെ പല വേദികളിൽ പാടുന്നു, അതുമായി ബന്ധപ്പെട്ട് പല സ്ഥലത്തും പോകുന്ന സ്ഥലത്തൊക്കെ പാടുന്നു എന്നുള്ളതല്ലാതെ. പിന്നെ പ്രത്യേകിച്ച് ഈ ഒരു വേറെ ഫോംസ് ഓഫ് മ്യൂസിക്കിനെ കേട്ടൊക്കെ തുടങ്ങുന്ന കാലഘട്ടത്തിലാണ് ഇതിനെന്തൊക്കെ പേഴ്സ്പെക്റ്റീവ് ഉണ്ട് സംഗീതത്തിന്. ഇപ്പം അത് പ്രാക്ടീസ് ചെയ്യുന്നതോ ലേൺ ചെയ്യുന്നതോ അല്ലാതെ അതിനെ നമ്മൾ ഹോൾഡ് ചെയ്യുമ്പോൾ, സംഗീതത്തിനെ ഹോൾഡ് ചെയ്യുമ്പോൾ ഏതൊക്കെ തരത്തിൽ നമുക്ക് ഹോൾഡ് ചെയ്യാം, അത് ഒരു കാര്യത്തിന് വേണ്ടി മാത്രമുള്ളതല്ലെന്നും, അതൊക്കെ ശരിക്കും പറഞ്ഞാൽ ഡിഗ്രി കഴിഞ്ഞ കാലഘട്ടത്തിൽ MSW പഠിക്കുന്ന വയനാട്ടിൽ പഠിക്കുമ്പോഴാണ് ഓക്കെ അതുമായി ബന്ധപ്പെട്ട പഠനവുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പല സ്ഥലത്തും ഇങ്ങനെ നാടകങ്ങളിലത് യൂസ് ചെയ്യുന്നുണ്ട്. നാടകങ്ങളിൽ സംഗീതം യൂസ് ചെയ്യുമ്പോൾ എങ്ങനത്തെ സംഗീതമാണ് യൂസ് ചെയ്യുന്നത്, അതിൻ്റെ വരികൾ എന്താ പറയുന്നത്, അപ്പോൾ അതെന്താ കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നത്. അപ്പോൾ അതിലൊരു കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ബേസിക് കമ്മ്യൂണിക്കേഷൻ. എന്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉപയോഗിക്കുന്നു? പലതരത്തിലുള്ള കാര്യങ്ങളുണ്ട്. ഇമോഷൻസ് ആവാം, അതൊരു സോഷ്യൽ സാധനമാവാം, പല സാധനങ്ങൾ. അപ്പോഴാണ് ഓക്കെ അപ്പം അതിൻ്റെ പല പല ഫോമുകളുണ്ട്. അത് ഇന്ന സാധനങ്ങളിലൂടെ ഇന്നൊക്കെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അപ്പോഴും നമ്മൾ സൈഡിൽ കൂടെ പഠിച്ചുകൊണ്ടേയിരിക്കുന്നു. പിന്നെ ശരിക്കും കൽക്കട്ട സത്യത്രയിൽ പഠിക്കുമ്പോൾ ആണ് ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ഒരു സിനിമാ സംഗീത ശാഖയും അല്ലെങ്കിൽ ഒരു ക്ലാസിക്കൽ ഫോമും അല്ലെങ്കിൽ ഒരു ഫോക്ക് സംഗീത ഫോമിനൊക്കെ അപ്പുറത്തേക്ക്, അല്ലെങ്കിൽ ഇവിടെ നിന്നിരുന്ന കലാരൂപങ്ങളിലുള്ള മ്യൂസിക്കൽ ഫോംസിനപ്പുറത്തേക്ക് അവിടെ കുറച്ചുകൂടെ ഒരു അറിയാമല്ലോ, ഇന്ത്യയിൽ തന്നെ വേൾഡ് മ്യൂസിക്കിൻ്റെ ഒരു ഹബ്ബ് എന്ന് വിളിക്കാൻ പറ്റുന്ന ഒരു സ്ഥലം കൂടിയാണ് കൽക്കട്ട. അപ്പോൾ അവിടെ പലതരത്തിലുള്ള മ്യൂസിഷ്യന്മാർ വരുന്നുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ സൗത്ത് ഇന്ത്യയിൽ നിൽക്കുമ്പോൾ ഇവിടുത്തെ നമ്മുടെ ഡെയിലി ലൈഫുമായിട്ട് റിലേറ്റ് ചെയ്യുന്ന സ്ഥലങ്ങളിലൊക്കെ ഉപയോഗിക്കുന്ന സംഗീതവും പിന്നെ എല്ലാവർക്കും അറിയുന്ന പോലെ സിനിമാ സംഗീത ശാഖയും അങ്ങനത്തെയൊക്കെ ഇത് മാത്രമേ. പക്ഷെ അവിടെ പോകുമ്പോൾ നമ്മൾ അവിടുത്തെ സംഗീതം, രവീന്ദ്ര സംഗീതം, പിന്നെ കുറച്ച് ഫോക്ക് സംഗീതം, പിന്നെ അവിടെ പല പല മ്യൂസിക് ഫെസ്റ്റിവലുകൾ നടക്കുന്ന, ഇപ്പോഴാണ് കുറച്ചുകൂടെ കോമൺ ആയിട്ട് ഇവിടെയൊക്കെ മ്യൂസിക് ഫെസ്റ്റിവലുകൾ ഹാപ്പൻ ചെയ്ത് തുടങ്ങിയത്. എനിക്ക് തോന്നുന്നു എത്രയോ കൊല്ലമായിട്ട് ജാസ് മ്യൂസിക് ഫെസ്റ്റിവൽ, ബ്ലൂസ്, ജാസിൻ്റെയും ബ്ലൂസിൻ്റെയും ഫെസ്റ്റിവൽസ് ഉണ്ട്. പിന്നെ ഹിന്ദുസ്ഥാനി മാത്രമുള്ള ഫെസ്റ്റിവൽസ് ഉണ്ട്, ബാവുൽ മേളകളുണ്ട്. ഇതൊന്നും അറിയാതെ പുറത്തു നിന്നുള്ള ബാൻഡുകൾ വന്നപ്പോൾ ഇതൊക്കെ നമുക്ക് ശരിക്കും പറഞ്ഞാൽ എനിക്കൊരു ഭയങ്കര അത്ഭുത ലോകം പോലെയായിരുന്നു. കൽക്കട്ട കാണിച്ചു തരുന്നത് ഇറ്റ്സ് എ ഡിഫറെൻറ്റ് വേൾഡ് ഓഫ് മ്യൂസിക്കാണ്. മ്യൂസിക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ കാലത്തിനും ദേശത്തിനും ഒക്കെ അപ്പുറത്തേക്ക് ഇങ്ങനെ യുണൈറ്റഡ് ആവുന്നതിൻ്റെ ഒരു ഭംഗിയുണ്ടല്ലോ. അപ്പോഴാണ് മനസ്സിലാവുന്നത് ഇതിനെ ഒരു പർട്ടിക്കുലർ ജോണറിൽ ഒതുക്കി നിർത്താൻ പറ്റുന്നതല്ല. ഇമോഷൻസ് പറയാം, നമ്മുടെ സോഷ്യൽ കാര്യങ്ങൾ പറയാം,
പലതരത്തിൽ കമ്മ്യൂണിക്കേഷൻസ് പല തരത്തിൽ ഇത് ചെയ്യാം. നമുക്ക് നമ്മളോട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാം. അവിടെയാണ് ഈ പറയുന്ന സൈഡിൽ പലതും പഠിച്ചെങ്കിലും പല കാര്യങ്ങളിലും ഒന്നും പഠിച്ചത് വെറുതായിട്ട് കരുതുന്ന ഒരാളല്ല കേട്ടോ ഞാൻ. പക്ഷെ അതിൽ നിന്നൊക്കെ ഫിൽട്ടർ ചെയ്ത് സംഗീതമാണ് ഒരു ബേസ് എന്ന് പറഞ്ഞ് എത്തുമ്പോഴത്തേക്കും ഓക്കെ, ഇതെല്ലാം ചെയ്തതിൽ നിന്നും ഏറ്റവും ഭംഗിയായിട്ട് നമുക്ക് സംവദിക്കാൻ പറ്റുന്ന ഒരു തലമായിട്ട് ഇതിനെ കാണാൻ തുടങ്ങി. സംവദിക്കാൻ പറ്റുന്ന മാത്രമല്ല, നമുക്ക് നമ്മളോടും ബാക്കിയുള്ളവരോടും എന്നാൽ വേറൊരു തരത്തിൽ നമുക്ക് ആസ്വദിക്കാനും അല്ലെങ്കിൽ ബാക്കിയുള്ള മനുഷ്യരെ അവരുടെ ഒരു ആസ്വാദന ലെവലിലേക്ക് എത്താനും ഒക്കെ പറ്റുന്ന എന്തോ നമുക്ക് കൂടുതലായിട്ട് കൈകടത്താൻ പറ്റുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് ചെയ്യാൻ പറ്റുന്ന ഹോൾഡ് ചെയ്യാൻ പറ്റുന്ന ഒരു രൂപമായിട്ടൊക്കെ തോന്നിയത് സംഗീതത്തിന്. അപ്പോൾ പിന്നെ തോന്നി അതാണ് നമ്മൾ ചെയ്യേണ്ടതെന്നുള്ളൊരു തോന്നലുകളുണ്ടല്ലോ. അപ്പം അതിലേക്ക് വരുമ്പോഴാണ് രസ എന്ന് പറഞ്ഞൊരു ബാൻഡ് ഉണ്ടാവുന്നത്. ആ സമയത്തും ഇത് ചൂസ് ചെയ്ത് പഠിച്ചവരൊന്നും ഇല്ലയെന്നല്ല കേട്ടോ പറഞ്ഞത്. എന്നാൽ പോലും വേറൊരു ബോധമുണ്ടല്ലോ, ഇപ്പോൾ ജീവിക്കണമെങ്കിൽ ഈ പറഞ്ഞ പോലെ ഒരു വിദ്യാഭ്യാസം മിനിമം വേണം, അല്ലെങ്കിൽ വിദ്യാഭ്യാസം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു പൈസ കിട്ടുന്ന ഒരു സെക്യൂറായിട്ട് ജീവിക്കാൻ ഒരു ശമ്പളം, ഈ ഒരു സാധനമൊക്കെ നമ്മൾ അറിയാതെ തന്നെ നമ്മൾ ഫീഡ് ചെയ്യുള്ളൂ. ഇപ്പോൾ നമ്മൾ ഈ വളർത്തുന്നവരോ അല്ലെങ്കിൽ വേറെ ആരും പറഞ്ഞു തന്നില്ലെങ്കിൽ പോലും സബ്ടെക്ച്വലി ഇതൊക്കെ പറഞ്ഞു തരുന്നുണ്ട്. നമ്മുടെ ചുറ്റുമുള്ള സൊസൈറ്റി ഇൻക്ലൂഡിങ് ആർ ഫാമിലി നമുക്കിത് പറഞ്ഞു തരുന്നുണ്ട്. ഈ സാധനത്തിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഈ സംഗീതം എന്ന് പറയുന്നത് ചൂസ് ചെയ്യാതിരുന്നത് അതുകൊണ്ടായിരിക്കാം. പഠിക്കാനായിട്ട് അക്കാഡമിക്കലി ചൂസ് ചെയ്യാതിരുന്ന ഓക്കെ പാരലലി ഇത് ചെയ്യേണ്ടതുണ്ട്, സംഗീതം പാരലലി തന്നെ പോകേണ്ടതുണ്ട് എന്നുള്ളൊരു സാധനമായിരിക്കാം അത്. കാരണം ഇപ്പുറത്ത് മറ്റേ വേറെ കോഴ്സുകൾ കഴിഞ്ഞാൽ മാത്രമേ ജോലിയിലേക്ക് നമ്മൾ അങ്ങനെ ഒരു ധാരണ ഉണ്ട്. അതൊക്കെ നമ്മൾ വളർന്ന് കുറച്ച് കഴിയുമ്പോഴാണല്ലോ നമുക്കത് മനസ്സിലാവുന്നത്. ആ സമയത്ത് നമുക്ക് പക്ഷെ വളരെ റെയറായിട്ട് ചില മനുഷ്യർ അന്നും ഇന്നും അത് പ്രാക്ടീസ് ചെയ്തിരുന്നവരും അത് ചിലപ്പം കമ്മ്യൂണൽ ബേസിസിലായിരിക്കാം. ചിലപ്പം അവർക്കത് പഠിക്കാനുള്ളൊരു ഒരു സാഹചര്യം വന്ന് ചിലത് പ്രിവിലേജ്ഡ് ആയിരിക്കാം. അതിനകത്ത് ചിലർ ഈ പറയുന്ന പോലെ അവരുടെ പാരൻസോ അല്ലെങ്കിൽ ഫാമിലിയുടെ ആരെങ്കിലും അതിൻ്റെ തുടർച്ചയായിട്ട് വന്നവരാവാം. ചൂസ് ചെയ്ത് ഇതൊരു പ്രൊഫഷൻ ആക്കാന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് തോന്നുന്നു അതൊക്കെ ഇപ്പോഴാണ് വന്നത്. ഒരു ക്ലാസിക്കൽ രൂപങ്ങളിൽ ഉള്ള കച്ചേരികൾ മാറ്റി നിർത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഈ അത്തരം സാധനങ്ങൾ കൊണ്ട് ജീവിക്കുന്നവർ ഇപ്പോഴാണ് അതൊരു പ്രൊഫഷനായിട്ട് കുറച്ച് എവിഡൻ്റായിട്ട് വന്നു തുടങ്ങിയ കാലഘട്ടം എന്ന് പറഞ്ഞാൽ വളരെ വളരെ കുറച്ച് കാലഘട്ടങ്ങളേ ആയിട്ടുള്ളൂ. ഇപ്പോൾ അത് എന്തും ഒരു പ്രൊഫഷണൽ സാധനമായിട്ട് മാറുന്നൊരു ഈറ കൂടെ വന്നിട്ടുണ്ട് ആക്ച്വലി. അതിപ്പോൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സ്കൂൾ കാലഘട്ടത്തിലൊക്കെ പലതരം കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിലും അത് നമ്മളൊരു വീട്ടിൽ നിന്നിട്ടല്ലേ ചെയ്യാതെ. അപ്പോൾ ഒരു ബേസ് ഉണ്ടാവുമല്ലോ, ഒറ്റ ബേസാണ്. ആ ബേസിൽ നിന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ ചെയ്യാൻ പറ്റുന്ന ദൂരത്തിൽ പോകുക എന്നുള്ളതാണ്. അപ്പം പാട്ട് പഠിക്കുന്നു, ഡാൻസ് പഠിക്കുന്നു, യുവജനോത്സവങ്ങളിൽ പോകുന്നു, അല്ലെങ്കിൽ പല സ്ഥലങ്ങളിൽ പരിപാടിക്ക് പോകുന്നു, പെർഫോം ചെയ്യുന്നു. അത് കഴിഞ്ഞിട്ട് അത് അവിടെ തന്നെ നിൽക്കുകയാണല്ലോ നമ്മുടെ സ്കൂൾ വിദ്യാഭ്യാസം കഴിയുന്നതിന്. പിന്നെ കോളേജിലേക്ക് പോകുമ്പോൾ അത് വീട്ടിൽ നിന്ന് കുറച്ച് ദൂരം ബസ്സിൽ യാത്ര ചെയ്തിട്ടുള്ള കോളേജിൽ പോക്കാണ്. അപ്പോൾ ഈ സ്ഥിരം പബ്ലിക് ട്രാൻസ്പോർട്ടിൽ പോയി തുടങ്ങുന്നു. മറ്റേ നടന്ന് സ്കൂളിൽ പോകുന്ന ഇതായിരുന്നു വീടിനടുത്ത്. അപ്പോൾ സ്കൂളിൽ ഒരു കാലഘട്ടം വരെ നടന്നു പോയി വരാൻ പറ്റുമായിരുന്നു. അപ്പോൾ അതിൻ്റെ അപ്പുറത്തേക്കുള്ള ലോകം വല്ലപ്പോഴും മാത്രം നമ്മൾ പുറത്തു പോകുന്ന ലോകമായിരുന്നു. പിന്നെ അത് കഴിഞ്ഞപ്പോൾ സ്കൂൾ കഴിഞ്ഞപ്പോൾ കോളേജിൽ ജോയിൻ ചെയ്തപ്പോഴത്തേക്ക് ബസ്സിൽ പോയി തുടങ്ങി. അപ്പോൾ ബസ്സിൽ കുറച്ച് ദൂരം യാത്ര ചെയ്തു തുടങ്ങി. അപ്പോൾ കുറച്ചുകൂടെ വലിപ്പമുള്ള ലോകത്തിലേക്ക് കുറേ അധികം മനുഷ്യരെ കണ്ടു തുടങ്ങി. അവിടുന്ന് പിന്നെ ഡിഗ്രി കൂടെ കഴിഞ്ഞപ്പോഴത്തേക്കാണ് വയനാട്ടിലേക്ക് പോകുന്നത്. വയനാട്ടിലേക്ക് പോകുമ്പോൾ അതിനെ സംബന്ധിച്ചിടത്തോളം വലിയ ദൂരമുള്ളൊരു സ്ഥലത്തേക്കാണ് പോകുന്നത്. വീട്ടിൽ നിന്ന് മാറി നിന്നാണ് പഠിക്കുന്നത്. അതാണ് ഫസ്റ്റ് ടൈമായിട്ടൊരു പുറത്ത് മാറി നിന്ന് പഠിക്കുന്നത്. അപ്പം പല കാര്യങ്ങളും നമ്മൾ ഒറ്റയ്ക്ക് തീരുമാനിക്കേണ്ടിയും ചെയ്യേണ്ടിയും വരുന്നു. പിന്നെ പഠിച്ച കോഴ്സിന് ഈ പറയുന്ന പോലെ കുറച്ച് യാത്രകളും ഒക്കെ ആവശ്യമുള്ളത് കൊണ്ടും ഒരുപാട് സ്ഥലങ്ങളിൽ പോകാൻ പറ്റുന്നു, ഒരുപാട് മനുഷ്യരെ കാണാൻ, ഒരുപാട് തരം ജീവിതം കാണാൻ പറ്റുന്നു. അപ്പം ഇതൊക്കെ നമ്മൾ ചുറ്റും കാണുന്നതൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു ഗീവ് ആൻഡ് ടേക്ക് എപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നത്. അത് എവിടെയായാലും നമ്മളിപ്പം വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ട് നമ്മളൊരു മാർക്കറ്റിൽ പോയി ഒരു സാധനം വാങ്ങിച്ചുകൊണ്ട് വരികയാണെങ്കിലും അവിടെ നമ്മൾ വഴിയിൽ കാണുന്ന എല്ലാത്തരം മനുഷ്യരും നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും പലതരം കൊടുക്കൽ വാങ്ങലുകൾ നടത്തുന്നു. അത് ചിലപ്പം പലതരത്തിലായിരിക്കാം. അത് മെറ്റീരിയൽ ആയിട്ടായിരിക്കണം ഇല്ലല്ലോ നിർബന്ധം. അവർ പറയുന്ന ഒരു ഡയലോഗിൽ നിന്നായിരിക്കാം, അവർ കാണുന്നൊരു കാഴ്ചയിൽ നിന്നായിരിക്കാം, അല്ലെങ്കിൽ ആ കാഴ്ച ഉണ്ടാക്കുന്ന ഒരു ചിന്തയിൽ നിന്നായിരിക്കാം. ഈ സാധനങ്ങളൊക്കെ എനിക്ക് തോന്നുന്നത് അത്
അങ്ങനെ ഒരു ട്വിസ്റ്റ് എന്ന് പറയുകയാണെങ്കിൽ അത് ഈ പറഞ്ഞ പോലെ കോളേജ് കാലഘട്ടത്തിലാണ് തുടങ്ങുന്നത്. അത് ഈ പറഞ്ഞ പോലെ നമ്മുടെ ഈ വയനാട്ടിലെ കാലഘട്ടത്തിലൊക്കെ തന്നെയാണ് ഈ ഡോക്യുമെൻ്ററി ഫിലിം മേക്കിങ്ങും. അപ്പോൾ കുറേ MSW പഠിക്കുമ്പോൾ തന്നെയാണ് ശരത്തേട്ടനെയൊക്കെ ശരത്ചന്ദ്രനെയൊക്കെ പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പോൾ ആ സമയത്തൊക്കെ പുള്ളി ഇങ്ങനെ കാണുമ്പോൾ അത്ഭുതകരമായിട്ടുള്ള മനുഷ്യനാണല്ലോ. കാരണം ജനങ്ങളുടെ ഇഷ്യൂ അല്ലെങ്കിൽ സൊസൈറ്റിയിലായിട്ടുള്ള ഇഷ്യൂ അല്ലെങ്കിൽ എൻവയോൺമെൻറ്റലായിട്ടുള്ള ഇതിനെക്കുറിച്ചാണ് പുള്ളി എപ്പോഴും സംസാരിച്ചുകൊണ്ടിരിക്കുന്നതായാലും അല്ലെങ്കിൽ പുള്ളിയുടെ അടയാളപ്പെടുത്തലുകളെല്ലാം. അതിനെക്കുറിച്ചുള്ള അടയാളപ്പെടുത്തലുകളൊക്കെ ഒരു പ്രൊജക്ടറും എടുത്ത് പുള്ളി നാട് മുഴുവൻ നടന്ന പടം കാണിക്കുക അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസിനെ കുറിച്ച് ആൾക്കാരിലേക്ക് കൺവേ ചെയ്യുകയും പലതരത്തിൽ. അപ്പോൾ ഒരു ജീവിതം മുഴുവൻ അതിന് വേണ്ടിയിട്ട് ഒഴിഞ്ഞു വെച്ച ഈ മനുഷ്യന്മാരാണ് നമ്മളുമൊക്കെ മുന്നിൽ കാണുന്നത്. ശരത്തേട്ടനായാലും ബാബുണ്ണായാലും ശശിയേട്ടനായാലും ഇവരൊക്കെ ചെയ്തുകൊണ്ടിരുന്ന പലതരത്തിലുള്ള പണികളെന്ന് പറഞ്ഞാൽ ഇത് തന്നെയാണ്. അപ്പോഴാണ് ഈ വിബ്ജിയോർ ഫെസ്റ്റിവലിൻ്റെയൊക്കെ തുടക്ക കാലഘട്ടത്തിലേക്ക് നമ്മൾ വോളണ്ടിയറായിട്ടൊക്കെ വരുന്ന സമയവും കേരളത്തിനകത്ത് തന്നെ മറ്റേ കൊക്കക്കോള ഫാക്ടറി സമരങ്ങളൊക്കെ ഭയങ്കര ആക്റ്റീവായിട്ട് നടക്കുന്ന ചെങ്ങറ പിന്നെ നിൽപ്പ് സമരമൊക്കെ വരുന്ന ഒരു വലിയ സമരത്തിൻ്റെ കാലഘട്ടം അടുപ്പിച്ച് വരുന്ന നമ്മുടെ കാലഘട്ടത്തിൽ വരുന്നൊരു ആ സമയത്തൊരു ഭയങ്കര പ്രൊട്ടസ്റ്റുകളുടെ ഒരു കാലം ഉണ്ടായിരുന്നു. ആ സമയത്താണ് ഞാൻ PG ഒക്കെ പഠിക്കുന്നത്. അപ്പോൾ അതിൽ നിന്ന് എപ്പോഴും പറയണമെന്ന് ആഗ്രഹിച്ചു. ഈ പറഞ്ഞ പാട്ടിൽ ഞാനൊരു പ്രൊഫഷനായിട്ട് കണ്ടു. ഒരിക്കലും ഒരു പ്ലേബാക്ക് സിംഗർ ആവണമെന്നോ അങ്ങനെ അതിനു വേണ്ടി പണിയെടുത്തിട്ടൊന്നും ഇല്ല കേട്ടോ. അത് പറഞ്ഞ ആൾക്കാർ വിശ്വസിക്കില്ലെന്ന് എനിക്കറിയില്ല. പക്ഷെ ഒരിക്കലും ഇതാണ് എൻ്റെ എയിം, ഞാനൊരു പ്ലേബാക്ക് സിംഗർ ആകും അല്ലെങ്കിൽ ഒരു സിംഗർ ആകും ഒന്നുമല്ല. എവിടെയൊക്കെ ഇരുന്ന് പാടാൻ പറ്റുമോ അവിടെയൊക്കെ ഇങ്ങനെ കൂട്ടുകാരുടെ ഇടയിൽ ഇരുന്നിട്ട് പാട്ടുകൾ പാടുന്നുണ്ട്. പക്ഷെ പാരലലി പഠിക്കുന്ന ഇതാണ്. അപ്പം പിന്നെ അത് നോക്കിയപ്പോൾ ഇപ്പോൾ ഡോക്യുമെൻ്ററി ഫിലിം ആയാലും മ്യൂസിക് വീഡിയോസൊക്കെ ആയാലും അതിൽ കൂടെ കാര്യങ്ങൾ പറയുന്നുണ്ട്. അതിൽ മ്യൂസിക് എപ്പോഴും ഉണ്ട് പാരലലി. പക്ഷെ ഇത് നമ്മളൊരു പ്രൊഫഷനാക്കാമെന്ന് അപ്പോഴും ഒരു ഐഡിയ ഒന്നുമില്ല. ഒന്നും അറിയില്ല, അതിനെക്കുറിച്ചുള്ള സാധ്യതകളെ കുറിച്ചും അറിവില്ലായിരുന്നു അന്ന്. അപ്പോൾ ഈ ഡോക്യുമെൻ്ററി ഫിലിം മേക്കിങ്ങിനുള്ള ആഗ്രഹം കൊണ്ടാണ് ശരിക്കും ഈ കൽക്കട്ട ഇതിൽ പോകുന്നത്. അപ്പോൾ ഈ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് പഠിച്ചവരുമൊക്കെ ആയിട്ട് ഉള്ള ഹാങ് ഔട്ട്സും ഒക്കെ അവിടുത്തെ കഥകൾ അല്ലെങ്കിൽ അവിടുത്തെ പഠന രീതികൾ ഒക്കെ പറഞ്ഞു ഞാൻ ഓക്കെ. പിന്നെ ഫിലിം ഫെസ്റ്റിവലുകൾ കാണാൻ തുടങ്ങിയൊരു കാലഘട്ടം ഉണ്ടല്ലോ. അപ്പം മുതൽ ഓക്കെ ഇതാണ് അങ്ങനെ അതിനെ കൃത്യമായി പഠിപ്പിക്കുന്ന സ്ഥലങ്ങളുണ്ട്, അതിന് ഇത്ര ഡിവിഷൻസ് ഉണ്ട്, അതിൽ സ്പെഷ്യലൈസേഷൻസ് ഉണ്ടെന്ന് പറഞ്ഞിട്ടാണ് സൗണ്ട് എടുത്ത് അങ്ങനെ പഠിക്കാൻ തീരുമാനം. അത് നമ്മളെ മാത്രം ഡിപ്പെൻഡ് ചെയ്തിരിക്കുന്നതല്ല സന്തോഷം എന്നാണ്. നമുക്ക് നമ്മളുടെ സന്തോഷം ഉണ്ടാക്കാൻ പറ്റില്ലെന്നല്ല പറയുന്നത്. എന്നാൽ പോലും ചുറ്റുമുള്ള മനുഷ്യരും കൂടെ സന്തോഷമായിട്ട് അല്ലെങ്കിൽ ചുറ്റുമുള്ള ആൾക്കാർ ഏതും ജീവികളും സന്തോഷമായിട്ടിരുന്നാൽ മാത്രം. കാരണം ഇതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞ പോലെ റിഫ്ലക്ഷനാണ്. ഇപ്പം നമ്മൾ രണ്ടുപേരും ഒരു സ്ഥലത്ത് താമസിക്കുന്ന മനുഷ്യനാണെങ്കിൽ നിങ്ങളൊരു സ്ഥലത്ത് ദുഃഖിച്ചിരിക്കുകയാണെന്ന് പറഞ്ഞാൽ എനിക്ക് ഇവിടെ ഒരു ഭയങ്കര സന്തോഷമായിട്ടിരിക്കാൻ പറ്റുമെന്ന് വിചാരിക്കുന്നുണ്ടോ? ഇല്ല. നിങ്ങൾ സന്തോഷിച്ചാൽ മാത്രമാണ് എനിക്കും ആ റിഫ്ലക്ഷൻ കിട്ടും. അപ്പം ഈ പറയുന്ന പോലെ ചുറ്റുമുള്ള മനുഷ്യർ അത് എന്ത് ചെയ്തിട്ടാട്ടോ ഓരോ മനുഷ്യർക്ക് അത് ഡിഫറെൻ്റ് ആയിരിക്കാം. തന്നെ പറയുന്നല്ലോ ഓരോ മനുഷ്യന് സന്തോഷം കൊടുക്കുന്നത് പല പല കാര്യങ്ങളായിരിക്കാം. ഏത് കാര്യങ്ങളായി കഴിഞ്ഞാൽ പോലും എല്ലാ മനുഷ്യരും ഒരു പ്രത്യേക ഋതത്തിൽ സന്തോഷവാനായിരിക്കും നമുക്കും സന്തോഷം ഉണ്ടാക്കുന്നത്. ഇപ്പം നമ്മളൊരു പാട്ട് പാടുമ്പോൾ അത് റിഫ്ലക്റ്റ് ചെയ്ത് അവരിൽ സന്തോഷം ഉണ്ടാക്കാൻ പറ്റുമ്പോഴായിരിക്കാം നമുക്ക് തിരിച്ച് ആ സന്തോഷം കിട്ടുന്നത്. അതുപോലെ തന്നെയാണ് എല്ലാ കാര്യം. ഒരാൾക്കൊരു യാത്രയായിരിക്കാം, ഒരാൾക്കൊരു സിനിമ ആയിരിക്കും, ഒരാൾക്കൊന്നുമില്ല അവരുടെ വീട്ടിൽ അവർ ചെയ്യുന്ന ഇഷ്ടമുള്ള വല്ല ക്രാഫ്റ്റ് ചെയ്യുന്നതായിരിക്കാം. ഇതെന്താണെന്ന് കണ്ടെത്തുക എന്നുള്ളത് ഒരു മനുഷ്യന് വേണ്ട ഒരു കാര്യമാണ്. നമ്മളുടെ സന്തോഷം ജനിപ്പിക്കുന്ന അല്ലെങ്കിൽ എന്ത് ചെയ്താലാണ്, ഇപ്പോൾ ബാക്കിയുള്ളവർ സന്തോഷിപ്പിച്ചാലാണോ നമുക്ക് സന്തോഷം വരിക, അല്ലെങ്കിൽ നമ്മൾ വിചാരിക്കുന്ന ഒരു കാര്യം ചെയ്യുന്നതിലാണോ, യാത്ര ചെയ്യുന്നതിലാണോ, ഒരു സിനിമ കാണുന്നതിലാണോ, നമുക്കിഷ്ടപ്പെട്ട പാഷൻ ഫോളോ ചെയ്യുന്ന എന്തിലാണ് നമുക്കത് കണ്ടെത്താൻ പറ്റുക എന്നുള്ളത് ഐഡൻറ്റിഫൈ ചെയ്യുക എന്ന് പറഞ്ഞ പ്രോസസ്സ് ഉണ്ടല്ലോ. അതെല്ലാം മനുഷ്യനെ ഐഡൻറ്റിഫൈ ചെയ്ത് അത് ചെയ്യാൻ പറ്റിക്കഴിഞ്ഞാൽ തന്നെ കുറച്ച് നമ്മളിപ്പോൾ പറയില്ലേ, നമ്മൾ മാനസികമായിട്ടൊരു ബുദ്ധിമുട്ട് അനുഭവിക്കുമ്പോൾ പോലും നമുക്ക് മാനസികമായിട്ടുള്ള ബുദ്ധിമുട്ടാണെന്ന് തിരിച്ചറിയാൻ പറ്റുന്ന തന്നെ ഏറ്റവും വലിയ പോയിൻ്റ്, ഒരു ബിഗ് സ്റ്റെപ്പാണ് അതിനെ അഡ്രസ്സ് ചെയ്യുക എന്നുള്ളത്. അപ്പോൾ ഇത്തരത്തിലുള്ള ബാലൻസ് എപ്പോഴും എനിക്ക് മ്യൂസിക്കും യാത്രകളും ഇഷ്ടപ്പെടുന്ന മനുഷ്യരും ഒക്കെ തന്നിട്ടുണ്ട്.